ഞാൻ ഇന്നലെ രാത്രിയിൽ പറഞ്ഞു, ഈ പാപിയായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് തീർച്ചയായിട്ടും അയ്യപ്പ ശാപം അത് ഇന്ന് കിട്ടിയതല്ല. ഒരുപാട് നാളായി ആചാര ലംഘനത്തിന് കുടപിടിക്കാൻ വേണ്ടി ഇവിടുത്തെ പോലീസ് അധികാരിയായിട്ടുള്ള ശ്രീജിത്തിനെ എന്നുപയോഗിച്ചുവോ അന്ന് മുതൽ തുടങ്ങിയതാണ് പിണറായിയുടെ പാറപ്പുറത്തെ ഈ പിണറായി വിജയന്റെ കുടുംബത്തിനകത്ത് ഒരു മനസമാധാനവുമില്ല. ഈ കാണുന്ന പിണറായി വിജയനല്ല, ഉറക്കം വരുന്നില്ല പിണറായി വിജയന്. കാരണം എന്ന് മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങുന്നുവോ അന്ന് മകനും മകളും ജയിലിനകത്ത് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഈ മുഖ്യമന്ത്രി കസേരയിൽ അങ്ങനെ ചടഞ്ഞുകൂടി കിടക്കുകയും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലോ ശ്രീമാൻ ഗോവിന്ദൻ മാഷ് പിണറായി വിജയനെ കണ്ട കാൽമുട്ടുകൾ കൂട്ടിയിടിച്ച് വിറയ്ക്കും. പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തും, ഗോവിന്ദ നിന്റെ ഭാര്യയുണ്ടല്ലോ, ആന്തൂരിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തല്ലേ മറ്റാളെ കൊന്നത്? ആരെ നമുക്ക് ഓർമ്മയില്ലേ? ആന്തൂരിലെ പാവപ്പെട്ട ഒരു വ്യവസായി മുന്തിയ വ്യവസായം നടത്താൻ വന്നതല്ല, ഒരു ജീവിക്കാൻ വേണ്ടി ഇതുവരെ കഷ്ടപ്പെട്ട ഉപജീവന മാർഗങ്ങൾ എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് പാവപ്പെട്ട പെൺകുട്ടികളുടെ കല്യാണം സൗജന്യമായിട്ട് നടത്താനുള്ള ഒരു കല്യാണ മണ്ഡപം കെട്ടാൻ വേണ്ടി അനുവാദം ചോദിച്ചു ചെന്നപ്പോഴാണ് അഹങ്കാരിയായിട്ടുള്ള ഗോവിന്ദൻ മാഷയുടെ ഭാര്യ ശ്യാമള ടീച്ചർ അവൻ അവസാനം കൊലക്കയറ് കൊടുത്തത്. അപ്പോ പിണറായി വിജയൻ ഓർമ്മപ്പെടുത്തും, നിന്റെ ഭാര്യയുടെ കളിയൊന്നും മറന്നിട്ടില്ലല്ലോ, അതുകൊണ്ട് നീ എന്റെ കൂടെ, ഞാൻ തമ്പുരാനാണ്. ആര്? കേരളത്തിലെ തമ്പുരാൻ പിണറായി വിജയൻ പൊന്നു തമ്പുരാനാണ്. ഓർമ്മപ്പെടുത്തും ഇടയ്ക്കിടയ്ക്ക്, നീ എന്റെ കുടിയാനാണ് എന്ന് പറയും. അപ്പൊ ഗോവിന്ദ മാഷിക്ക് ഓർമ്മ വരും, എന്താണ്? ഞാൻ അനങ്ങിയാൽ, ഞാൻ മിണ്ടിയാൽ വലിയ പ്രശ്നമാവും. ആകെ കേരളത്തിന്റെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് മുൻപ് എത്രയോ സംസ്ഥാന സെക്രട്ടറിമാർ ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തുണ്ടായിരുന്നു, നല്ല ഒന്നാം തരം ആണുങ്ങൾ. എന്തേ അവരൊക്കെ ചൊൽപ്പടിക്ക് നിർത്തിയിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിമാരെ. ഇപ്പൊ എന്താ സ്ഥിതി? കാരണം അച്യുതാനന്ദൻ പാവം മൺമറഞ്ഞു പോയി. അച്യുതാനന്ദൻ മൂന്നാറിലേക്ക് മല കയറി, കൂടെ കുറെ പോലീസുകാർ പോയി. എന്റെ പ്രസംഗം കേൾക്കുന്നതിൽ നല്ല പോലീസുകാരുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെച്ചോ, നിങ്ങൾ നന്നായി പ്രവർത്തിക്കാൻ തീരുമാനമെടുക്കുമ്പോ നിങ്ങളുടെ തൊപ്പിയും കുപ്പായവും ഊരും പിണറായി വിജയൻ. ഞങ്ങൾക്കറിയാം, അങ്ങനെയാണ് സെൻകുമാറിന് തൊപ്പി ധരിച്ചത്. എന്നാൽ ഇന്ത്യയുടെ നീതിന്യായ കോടതിയുടെ മുന്നിൽ സെൻകുമാർ വിജയിച്ചു. അദ്ദേഹം ആ വളച്ചുപിടിച്ച് നട്ടല് വളച്ചുപിടിച്ച് പിണറായി വിജയന്റെ മുന്നിൽ നിന്നില്ല. അതുകൊണ്ട് തന്നെ ആ മനുഷ്യന് മനസ്സിലായി, ഭാവി കേരളം സൃഷ്ടിക്കപ്പെടാൻ പോകുന്നത് അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ NDAയുടെ ഗവൺമെന്റിനെ സാർത്ഥകമാക്കിക്കൊണ്ടായിരിക്കും. ഇന്ന് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടുമ്പോ പിണറായിക്ക് വേർത്താൽ ടവല് വാങ്ങിക്കൊടുക്കും KC വേണുഗോപാലൻ. പിണറായി വിജയന് ബുദ്ധിമുട്ടിയാൽ BD സതീശൻ ബോൺവിറ്റ കലക്കി കൊടുക്കും. അതാണ് ഇപ്പൊ കേരളത്തിൽ കാണുന്നത്. ഈ കൊഞ്ഞാണന്മാര് പറയാണ്, എന്ത് PM ശ്രീ പദ്ധതി വേണ്ട. എന്താ PM ശ്രീ പദ്ധതി? PM ശ്രീ പദ്ധതി ഓരോ സ്കൂളിനും 1 കോടി രൂപ കൊടുക്കുന്ന പദ്ധതിയാണ്. ഇപ്പൊ അമ്പലത്തിലെ സ്വർണം കൊള്ള നടത്തി സകല ഖജനാവിലെ സകല പണവും അത് മുച്ചൂടും കട്ടും മുട്ടിച്ച് നശിപ്പിച്ചു കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ഭരണകൂടവും ചേർന്ന്. അവസാനം ജീവിക്കാൻ നിർവാഹമില്ല. അപ്പോ നമ്മുടെ ശിവൻകുട്ടി ഉണ്ടല്ലോ, മന്ത്രി, എഡ്യൂക്കേഷൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ശിവൻകുട്ടി ഓർമ്മയില്ലേ? വലിയ ജനാധിപത്യ മര്യാദയൊക്കെയാണ് ഇപ്പൊ പറയുന്നത്. മുമ്പ് മാണി സാറിന് ഞങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് കേരള നിയമസഭയ്ക്കകത്ത് കത്തി വാങ്ങിയിട്ടാ പോയത് എന്നാ പറയുന്നത്. ഏത്? അങ്ങനെയുള്ള മര്യാദയില്ലാത്ത ശിവൻകുട്ടി ബർമുടയിട്ട് അവിടെ കുഷ്യനൊക്കെ അടിച്ചു പൊളിച്ച് കുഷ്യനുള്ള സ്ഥലത്ത് തന്നെ തലകറങ്ങി വീണ ശിവൻകുട്ടി. ആ ശിവൻകുട്ടി ഇപ്പോ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ട് മുന്നോട്ട് പോകുമ്പോ ഇവിടെ നിന്ന് ഒരു സമ്മാനമൊക്കെ വാങ്ങിയിട്ട് പിണറായി വിജയന്റെ കയ്യിൽ കൊടുത്തയച്ചു. ആർക്ക്? ഉലകനായകൻ ശ്രീമാൻ നരേന്ദ്രമോദിക്ക്. നരേന്ദ്രമോദിക്ക് എന്ത് സമ്മാനമാണ്? എന്ത് കിട്ടിയാലും 1 കൊല്ലം കഴിഞ്ഞാൽ ലേലത്തിൽ വെക്കും. ഒന്നും അദ്ദേഹം ഉപയോഗിക്കില്ല. അങ്ങനെ ലേലത്തിൽ വെച്ചുകൊണ്ട് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് ഗുജറാത്തിലെ പാവപ്പെട്ട പെൺകുട്ടികളുടെ ഫീസ് അടയ്ക്കാൻ ഉപയോഗിക്കുന്ന ഉലകനായകൻ ശ്രീമാൻ നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദിക്ക് നിങ്ങൾ 6 മുള കണ്ണാടിയോ നെറ്റിപ്പട്ടമോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് കൊടുത്തിട്ടും കാര്യമില്ല. പിണറായി വിജയൻ നടന്നു വരുമ്പോ നരേന്ദ്രമോദി ഉള്ളിലൊന്ന് ചിരിക്കും. എന്നിട്ട് എന്ത് പറയുന്നറിയോ? ഓ, ഇന്ത്യയുടെ മാനം തകർത്ത, ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരു മുഖ്യമന്ത്രിയെ കുറിച്ചും സ്വർണ്ണക്കള്ളനെന്ന് വേറൊരു മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടില്ലെങ്കിൽ ഇതാ സ്വർണ്ണക്കള്ളൻ വരുന്നുവെന്നാണ് മറ്റു മുഖ്യമന്ത്രിമാർ ആക്ഷേപത്തോടുകൂടി ഈ മുഖ്യമന്ത്രിയെ നോക്കി പറയുന്നത്. ബിരിയാണി ചെമ്പലല്ലേ കൊണ്ടുവന്നത്? അല്ലേ? സ്വപ്ന പറഞ്ഞില്ലേ, ബിരിയാണി ചെമ്പല് സ്വർണം കൊണ്ടുവന്നു. പിന്നെ ആദ്യമായിട്ട്
ഇവരൊരു പരീക്ഷണം നടത്തി. എന്താ പരീക്ഷണം? എങ്ങനെ ഈത്തപ്പഴത്തിന്റെ കുരു പുറത്തെടുത്ത് പകരം സ്വർണ്ണക്കുരു വെച്ച് ഈത്തപ്പഴത്തിന് മൂടിയിട്ട് അത് അവിടുത്തെ അന്നത്തെ മുൻ മന്ത്രി ജലീൽ ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്നുകൊണ്ട് കേരളത്തിലേക്ക് സ്വർണം കടത്താൻ തീരുമാനമെടുത്തു. സ്വർണം കടത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമലയെടുത്തി. കമ്മ്യൂണിസ്റ്റുകാരിയാണോ? ആണോ? കേരളത്തിന്റെ മുഖ്യമന്ത്രി മിസ്റ്റർ പിണറായി വിജയൻ സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ പോലും കമ്മ്യൂണിസം എന്താണോ എന്ന് പഠിപ്പിക്കാൻ അറിയാത്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി. നിങ്ങളല്ലേ കക്കൂസിനെതിരെ സമരം ചെയ്തത്? അല്ലേ? നിങ്ങളല്ലേ പാടശേഖര തൊഴിലാളികളോട് പറഞ്ഞത് ഇവിടെ ട്രാക്ടർ വന്നാൽ പാവപ്പെട്ടവന്റെ പണി നഷ്ടപ്പെടുമെന്ന് പറഞ്ഞത്? നിങ്ങളല്ലേ ജീൻസിനും പാന്റിനുമെതിരെ സമരം ചെയ്തത്? നിങ്ങളല്ലേ ആപ്പിൾ ഫോണിനെതിരെ സമരം ചെയ്തത്? നിങ്ങളല്ലേ കമ്പ്യൂട്ടർ വേണ്ട എന്ന് പറഞ്ഞത്? ഇപ്പോ കമലയിടത്തി പോകുമ്പോ ഒരു ജീൻസിന്റെ ഇടത്തെ പോക്കറ്റിൽ ഒരു മുന്തി ആപ്പിൾ ഫോണ്, വലത്തെ പോക്കറ്റിൽ ഒരു മുന്തി ആപ്പിൾ ഫോണ്, എന്നിട്ട് അങ്ങനെ എയർപോർട്ടിലൂടെ നടന്നു പോവുകയാണ്. അത് നിങ്ങളുടെ സൗകര്യം, ഞങ്ങൾക്ക് അതിൽ ഒബ്ജക്ഷൻ ഇല്ല, നോ ഒബ്ജക്ഷൻ. പക്ഷേ പാവപ്പെട്ട കോരന്റെ മകനോടും സാധാരണക്കാരിയായിട്ടുള്ള കാളിയുടെ മകനോടും നല്ല കോളേജിൽ പഠിക്കണ്ട എന്നും ഇൻകുലാബ് സിന്ദാബാദ് വിളിച്ചാൽ മതിയെന്നും നിങ്ങളുടെ മക്കൾ പോലീസിന്റെ ലാത്തി ചാർജിനും ഉരുക്കുമുട്ടിക്കുമിടയിൽ കിടന്ന് പിടയണമെന്നും നാളിതുവരെ തീരുമാനമെടുത്തില്ലേ കോൺഗ്രസുകാർ ഈ നാട് ഭരിക്കുമ്പോ? ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ സമയത്തും മുൻ മുഖ്യമന്ത്രിമാരുടെ കാലത്തും പാവപ്പെട്ടവന്റെ മക്കളെ കൊണ്ട് ഇൻകുലാബ് സിന്ദാബാദ് വിളിപ്പിച്ച് കൊണ്ടുപിടിപ്പിച്ച് ഇപ്പൊ ചോദിക്കുകയാണ്, എന്താണ് കേരള നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി അഴിമതിയെ കുറിച്ച് പ്രതിപക്ഷം പറയുമ്പോ പ്രതിപക്ഷ നേതാവിനോട് പറയുകയാണ്, വീട്ടിൽ ബിരുദാനന്തര ബിരുദം നേടിയിട്ട് വലിയ ആളായിട്ട് കേരളത്തിൽ പത്രത്തിൽ ഫോട്ടോ വന്ന ആളല്ല. വീട്ടിലിരിക്കുന്ന വിവേകാണ് നരേന്ദ്രമോദി കൊടുത്ത റോഡില് ക്യാമറ വെക്കാൻ തീരുമാനിച്ചത്. അല്ലേ? 57 ലക്ഷം രൂപയ്ക്ക് വെക്കാമെന്ന് പറഞ്ഞ ക്യാമറ, ഞാൻ ചെയ്തു തരാം എന്ന് പറഞ്ഞ ക്യാമറ 57 കോടി രൂപയ്ക്ക് അല്ലെ വെച്ചു തരാമെന്ന് പറഞ്ഞ ക്യാമറ, ആ ക്യാമറ വിവേക് ഇടപെട്ടപ്പോ എത്ര കോടിയായി? 4 ഇരട്ടിയും 5 ഇരട്ടിയുമായി. വിവേകിന്റെ ഭാര്യയുടെ അച്ഛൻ കോഴിക്കോട്ടുകാരനാണ്. 237 കോടി രൂപയ്ക്ക് ടെൻഡർ എടുത്തു. ആരെടുത്തത്? അമ്മായിയപ്പനാണ്. വിവേകിന്റെ അമ്മായിയപ്പനെ കൊണ്ട് നരേന്ദ്രമോദിയുടെ കൂടെയുള്ള വകുപ്പ് മന്ത്രി ശ്രീമാൻ നിതിൻ ഗഡ്കരി കൊടുത്ത റോട്ടില് ക്യാമറ വെച്ച് അതിൽ അഴിമതി നടത്താൻ തീരുമാനിച്ചപ്പോ വിവേക് എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ച് കേരളം ചർച്ച ചെയ്തു. നമ്മളെല്ലാവരും അപ്പൊ നമ്മളെല്ലാവരും കേരളത്തിൽ കണ്ടു. അങ്ങനെ അഴിമതി മരുമകനെ കൊണ്ട് മകനെ കൊണ്ട് നടത്തിച്ച് ബന്ധുക്കളെ കൊണ്ട് നടത്തിച്ചു. വീണക്കുട്ടി പഠിച്ചത് നല്ല കോളേജിലാണ്, മാതാമൃതാനന്ദമയി അമ്മയുടെ കോളേജിൽ. രാവിലെ 4 മണിക്ക് എണീക്കണം. ഓം സവിതുർവരണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഓം ശാന്തി 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 എന്നുള്ള ഗായത്രി മന്ത്രം ജപിക്കണം. അത് പിണറായി വിജയന്റെ മോളല്ല, ആരുടെ മക്കളായാലും ജപിച്ചിരിക്കണം. അങ്ങനെ പഠിച്ചു. ഞങ്ങളൊക്കെ വിചാരിച്ചു പഠിപ്പ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തലക്കകത്ത് ആൾത്താമസം ഉണ്ടാകുമെന്ന്. പക്ഷേ മത്തക്കുരു കുത്തിയിട്ടാൽ കുമ്പളങ്ങ മുളയ്ക്കുമോ? ഇല്ലല്ലോ. നമ്മൾ കണ്ടു പിണറായി വിജയന്റെയും ഭാര്യയുടെയും താല്പര്യം തന്നെയാണ് ശ്രീമതി വീണയുടെയും താല്പര്യം. കരിമണൽ കർത്തയുടെ ഡയറിയിൽ അങ്ങനെ വീണയുടെ പേര് വന്നു. നോക്കുകൂലിക്ക് കൂലി കിട്ടി. അഴിമതിക്കാരിയായിട്ട് വീണ കേരളത്തിന്റെ മുന്നിൽ നിലകൊള്ളുകയാണ്. ഇങ്ങനെയുള്ള എന്റെ മകനെ അറിയുമോ എന്ന് ചോദിച്ചു. ബാക്കി ഞാൻ പറയാം. ഇടയ്ക്കിടയ്ക്ക് മുഖ്യമന്ത്രിക്ക് അമേരിക്കയിൽ പോകണം. ഞങ്ങൾ വിചാരിച്ചത് എന്തോ വലിയ രോഗമാണെന്നാണ് ആളുകളൊക്കെ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണ്ണൂരിലെ മുന്തിയ സഖാക്കളൊക്കെ പറഞ്ഞത് എന്തോ വലിയ അസുഖമാണ്, അതിന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത് എന്നാണ്. പക്ഷെ പിന്നീടാണ് കൂടെ പോകുന്ന ചില ആളുകൾ പുറത്തുള്ള മാധ്യമപ്രവർത്തകരോട് സൂചന കൊടുത്തത് പിണറായി വിജയന്റെ അമേരിക്കൻ യാത്ര ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും, വിദേശ യാത്രകൾ പരിശോധിച്ചാൽ നന്നായിരിക്കും. ബാക്കി അതിന്റെ കഥയിലേക്ക് ഞാൻ കടക്കുന്നില്ല. ശോഭാ സുരേന്ദ്രൻ എന്ത് പ്രസംഗിച്ചാലും കേസാണ്, എവിടെ പ്രസംഗിച്ചാലും കേസാണ്. ഈ കേസുകൾക്ക് ജാമ്യമെടുത്തിട്ട് വേണം
എനിക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. എന്താ കാരണം? 10 ദിവസമെങ്കിലും എന്റെ പ്രസംഗം ജനങ്ങളിൽ നിന്ന് മറച്ചു വെക്കാൻ വേണ്ടി 100 കണക്കിന് കേസുകൾ ഉണ്ടാക്കും. ഞാൻ ശബരിമല സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അതിനു മുമ്പ് കേരളത്തിൽ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ അവരോട് അടിക്കാൻ പറഞ്ഞാൽ അടിക്കണം, ലാത്തി ചാർജ് ഓർഡർ ഇട്ടാൽ ലാത്തി ചാർജ് ചെയ്യണം. ഉള്ളിൻ്റെ കുറെ ആളുകളൊക്കെ നരേന്ദ്രമോദി ഫാനായിട്ടുള്ള പോലീസുകാരാണ്. നാട് നന്നാവണമെങ്കിൽ നരേന്ദ്രമോദി തന്നെ പ്രധാനമന്ത്രിയായി മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുള്ള ചുണക്കുട്ടന്മാരായ ചുണക്കുട്ടികളായ സ്ത്രീകളും പുരുഷന്മാരും ചേർന്ന് ഈ കേരള പോലീസിനകത്തുണ്ട്. നമുക്കറിയാം. ഞാൻ തൃശ്ശൂരിൽ അങ്ങനെ പ്രസംഗിച്ചു. എന്നെ കാണുമ്പോ അകലെ നിന്ന് ചിരിക്കുന്ന പോലീസ് ഓഫീസർക്ക് ഇപ്പൊ ചിരിക്കാൻ പേടിയാ. എന്താ കാരണമെന്ന് അറിയുമോ? ഈ പഹയനെങ്ങാനും ലിസ്റ്റ് ഇട്ട ട്രാൻസ്ഫർ അടിച്ചാലോ? ഭാര്യ പറഞ്ഞു, ചേട്ടാ ശോഭാ സുരേന്ദ്രനോട് വലിയ മിണ്ടാട്ടൊന്നും ഇനി വേണ്ട. അപ്പൊ അയാൾ ചോദിച്ചു, എന്താ ശോഭാ സുരേന്ദ്രൻ നല്ല സ്ത്രീയല്ലേ? അപ്പോ ഭാര്യ പറഞ്ഞു, അവര് നല്ല ആൾ തന്നെയാണ്. റിട്ടയർമെന്റ് കഴിയുമ്പോഴേക്കും ഭാരതീയ ജനതാ പാർട്ടി എന്ത് അവർക്കറിയില്ല, റിട്ടയർമെന്റിന് ഇനി 5 കൊല്ലം മാത്രമേ ഉള്ളൂ. അവര് പറയുകയാണ്, ആ സ്ത്രീ ചേട്ടൻ എന്തിനാ പേടിക്കുന്നത്? റിട്ടയർമെന്റ് കഴിയുമ്പോഴേക്കും BJPയുടെ നേതാക്കന്മാർ മന്ത്രിമാരായി സല്യൂട്ട് അടിക്കാനുള്ള സാഹചര്യം ചേട്ടന് കിട്ടും. അതുവരെ തൽക്കാലം ശോഭാ സുരേന്ദ്രനെ കണ്ടാൽ അങ്ങനെ കൈപൊക്കി കാണിക്കണ്ട, ചിരിക്കണ്ട. ആ വഴിക്ക് പോകുമ്പോൾ, അയ്യന്തോട് ഭാഗത്ത് പോകുമ്പോ ഇടത്തോട്ട് നോക്കണ്ട, ശോഭാ സുരേന്ദ്രന്റെ വീട്ടിലും കയറണ്ട. തൃശ്ശൂരിലെ പോലീസിന്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, നിങ്ങൾ നോക്കിയാലും നോക്കിയില്ലെങ്കിലും ഊപ്പർ ദേക്കോ BJP, കാശ്മീരിൽ BJP അല്ലേ? എവിടെ നോക്കിയാലും BJP ആണ്. ഈ കേരളം വിട്ടാൽ, ബംഗാൾ വിട്ടാൽ എല്ലാ സ്ഥലത്തും ഭാരതീയ ജനതാ പാർട്ടി, കേരളത്തിലെ ഈ പ്രസ്ഥാനം നമ്മളും മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഛത്തീസ്ഗഡ് നമ്മളല്ലേ ഭരിക്കുന്നത്, ഉത്തർപ്രദേശ് നമ്മളല്ലേ ഭരിക്കുന്നത്, രാജസ്ഥാൻ നമ്മളല്ലേ ഭരിക്കുന്നത്, അതുപോലെ തന്നെ ജാർഖണ്ഡ് നമ്മളല്ലേ ഭരിക്കുന്നത്, മണിപ്പൂർ നമ്മളല്ലേ ഭരിക്കുന്നത്, നമ്മൾ ഹരിയാന ഭരിക്കുന്നില്ലേ, നമ്മൾ ഡൽഹി ഭരിക്കുന്നില്ലേ? ഒരു സ്ത്രീ ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്റെ സുഹൃത്താണ്. മഹിളാ മോർച്ചയിലൂടെ പ്രവർത്തിച്ച് കയറി വന്ന ഒരു സഹോദരി, അവർ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായിട്ട് ഭരിക്കുകയല്ലേ? 16 സംസ്ഥാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് ഭരിക്കുകയാണ്. 4 സംസ്ഥാനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണമാണ് നടക്കുന്നത്. നാട് മാറുകയാണ്. ആ മാറ്റം കാണാൻ കേരളത്തിലെ നല്ലവരായ പോലീസ് ഓഫീസർമാർക്ക് ഭാവിയിൽ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാരണം എന്താണ്? പിണറായി വിജയന് ബദല് VD സതീശനല്ല, പിണറായി വിജയന് ബദൽ രമേശ് ചെന്നിത്തലയല്ല, പിണറായി വിജയന് ബദൽ നമ്മളാണ്. നമ്മൾ മാത്രമാണ്. ഇടത്തോട്ടും വലത്തോട്ടുമല്ലാത്ത നേർരേഖയിലൂടെ യാത്ര ചെയ്യുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് കേരളം കാത്തിരിക്കുകയാണ്. ആ സമയത്താണ് ഇവിടെ സ്വർണ്ണക്കൊള്ളയുമായി നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള കടകംപള്ളി സുരേന്ദ്രൻ മുന്നോട്ട് വന്നത്. സുരേന്ദ്രന്റെ മൗനം, ആ മൗനം ബന്ധിച്ചാൽ യഥാർത്ഥ കള്ളൻ എന്റെയും നിങ്ങളുടെയും മുന്നിൽ പുറത്തു വരും. കടകംപള്ളി മിണ്ടിയാൽ പിണറായി വിജയന്റെ ഓഫീസ് പൂട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. കടകംപള്ളി മൗനം പാലിക്കുന്നതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് നല്ലത്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, തലയ്ക്കകത്ത് ആൾതാമസം കുറവുള്ള, കമ്മ്യൂണിസം കൂടുതലുള്ള മന്ത്രി ശിവൻകുട്ടിയോട് ഒരു ചെറിയ കണക്ക് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാന പ്രസിഡന്റ് അവിടെ അപ്പുറത്ത് സംസാരിക്കുന്നു എന്നുള്ളത് കൊണ്ട്, എനിക്കും അങ്ങോട്ട് പോകണം എന്നുള്ളത് കൊണ്ട് ആ കണക്കൊന്ന് സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രാജസ്ഥാനിലെ കോൺഗ്രസ് സർക്കാർ 2022 ശിവൻകുട്ടി PM ശ്രീ പദ്ധതിയിൽ ചേർന്നത്. അന്ന് KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള MP ആണ്. അപ്പൊ ശിവൻകുട്ടിയോട് PM ശ്രീ പദ്ധതിയുടെ പണം വേണ്ട എന്ന് KC വേണുഗോപാലോ അല്ലെങ്കിൽ ചെന്നിത്തലയോ അല്ലെങ്കിൽ VD സതീശനോ പറഞ്ഞാൽ ശിവൻകുട്ടി പുസ്തകത്തിൽ ഇതൊന്ന് എഴുതി വെച്ചാൽ നന്നായിരിക്കും. KC വേണുഗോപാലിന്റെ പാർട്ടിയോട് പറയണം, എന്താണ്
2022 രാജസ്ഥാനിൽ നിങ്ങൾ PM ശ്രീ പദ്ധതിക്ക് പണം വാങ്ങാൻ തുടങ്ങി. പഞ്ചാബിന്റെ കാര്യം നോക്കണം. 2022 ഒപ്പുവെച്ചു. 2023 ജൂലൈയിൽ വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ 2024 വീണ്ടും പരാജയപ്പെട്ട് ശ്രീമാൻ നരേന്ദ്രമോദിയെ കണ്ട് ഞങ്ങൾക്കും വേണം PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞ് അതിൽ ജോയിൻ ചെയ്തു. അടുത്തത് കർണാടക. ആരാ ഭരിക്കുന്നത്? സതീഷ് ഏട്ടന്റെ പാർട്ടിയല്ലേ കർണാടകയിലെ മുഖ്യമന്ത്രി. ആ കർണാടകയിൽ നമ്മൾ പരിശോധിക്കണം. കർണാടകയിലെ 478 സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുകയാണ്. ഈ പദ്ധതിയിൽ എൻറോൾ ചെയ്തു കഴിഞ്ഞു. ആ പദ്ധതിയിൽ തന്നെ 4 അഴിമതി കഥകൾ പുറത്തു വന്നു കഴിഞ്ഞു. 2023-24 123 സ്കൂളുകൾക്ക് കർണാടകയിൽ ഫണ്ട് ലഭ്യമായി. ഹിമാചൽ പ്രദേശ് നമ്മളാ ഭരിച്ചിരുന്നത്. അത് ഹിമാചൽ പ്രദേശിൽ എല്ലാവരും മുള്ളും മുരുക്കും മൂർക്കം പമ്പ് എല്ലാവരും ചേർന്ന് നമ്മുടെ ഗവൺമെന്റിനെ മാറ്റാൻ ശ്രമിച്ച് അതിൽ ചെറിയ അളവിൽ വിജയിച്ച് അധികാരം ഏറ്റെടുത്തു. 180 സ്കൂളുകളിൽ PM ശ്രീ പദ്ധതി വാങ്ങിക്കഴിഞ്ഞു. ഞാൻ സൂചിപ്പിക്കുന്നത് രാജസ്ഥാനിൽ, അതുപോലെ തന്നെ ജനുവരി മാസത്തിൽ ഹിമാചൽ പ്രദേശിൽ, തെലങ്കാനയിൽ ഉൾപ്പെടെ വിവിധങ്ങളായ സംസ്ഥാനങ്ങളിൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന ഗവൺമെന്റുകളും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഗവൺമെന്റുകളും ഈ രാജ്യത്ത് PM ശ്രീ പദ്ധതിയിൽ അംഗമായിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം, നരേന്ദ്രമോദിയുടെ ഫോട്ടോ വെക്കാൻ പാടില്ല. എങ്ങനെ വെക്കാതിരിക്കും? ഇന്ത്യ ഭരിച്ചു. ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണ. ലോകത്തിന്റെ ചരിത്രത്തിൽ അമേരിക്കയിലോ ബ്രിട്ടനിലോ ജപ്പാനിലോ എവിടെയെങ്കിലും ഒരു രാജ്യത്ത് ഒരു പ്രധാനമന്ത്രി 1-ൽ കൂടുതൽ തവണ തുടർച്ചയായി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ലോക റെക്കോർഡാണ് ശ്രീമാൻ നരേന്ദ്രമോദിക്ക്. ആ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഭരിക്കുമ്പോ ഫോട്ടോ വെക്കാൻ തയ്യാറല്ല എന്ന് നിങ്ങൾ പറഞ്ഞാലും, നിങ്ങൾ ഫോട്ടോ വെച്ചില്ലെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലെ കുട്ടികൾ, പോലീസുകാരുടെ വീട്ടിലെ കുട്ടികൾ അവരൊക്കെ പറയുന്നുണ്ട്. എന്താണെന്നറിയുമോ? അച്ഛന് വല്ല വിവരമുണ്ടോ? എന്താണ്? ഷിപ്പ്യാർഡിലൊന്ന് ചെന്ന് നോക്കണം. ഏത്? കൊച്ചി ഷിപ്പ്യാർഡില്, എയർപോർട്ടിലൊന്ന് പോയി നോക്കണം. രാജ്യത്തെ എയർപോർട്ടുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. ഷിപ്പ്യാർഡുകളിൽ അമേരിക്കക്കാരൻ ഉണ്ടാക്കുന്നതിനേക്കാൾ വലിയ യുദ്ധോപകരണങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടാകുന്നു. നമ്മുടെ നാട്ടിൽ പെൻസിൽ മുതൽ റോക്കറ്റ് വരെ ഉൽപാദനം നടക്കുന്നു. സ്റ്റാർട്ടപ്പിന്റെയും സ്റ്റാൻഡപ്പിന്റെയും മേക്ക് ഇൻ ഇന്ത്യയും വർദ്ധിതമാകുന്നു. അങ്ങനെ ഈ രാജ്യം എല്ലാ കാര്യങ്ങളിലും മുന്നോട്ട് പോകുമ്പോ കുട്ടികൾ അച്ഛനോട് പറയാണ്, അച്ഛൻ തൽക്കാലം ആരോടും പറയണ്ട, ഞാൻ നരേന്ദ്രമോദി ഫാനാണ്, ഞാൻ എന്റെ മുത്തച്ഛന്റെ സ്ഥാനത്താണ് നരേന്ദ്രമോദിയെ വെച്ചിട്ടുള്ളത്, എനിക്ക് 18 വയസ്സായാൽ താമരയിൽ ഞാൻ വോട്ട് ചെയ്യുമെന്ന് പറയുന്ന കേരളത്തിലെ സഖാക്കളുടെ മക്കളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആലപ്പുഴയിലെ നേതാക്കന്മാരിവിടെ ഉണ്ട്. എനിക്ക് ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നൊക്കെയാണ് ഞാൻ അവിടെ ചെന്നിറങ്ങിയപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ പറഞ്ഞത്. ചില ആളുകൾ, അതായത് പിണറായി വിജയന്റെ പെട്ടിതൂക്കികൾ അങ്ങനെ പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഹൃദയമിടിപ്പായിട്ടുള്ള പുന്നപ്ര, വയലാർ, ആ പുന്നപ്രയിൽ ഭാരതീയ ജനതാ പാർട്ടി ആ പഞ്ചായത്തിൽ 1ാമത്തെ സ്ഥാനം നേടിയെടുത്തുകൊണ്ടാണ് നമ്മൾ ആലപ്പുഴയിൽ മുന്നോട്ട് പോയത്. KC വേണുഗോപാലിന്റെ ബൂത്തിൽ 1ാം സ്ഥാനം, സുധാകരൻ സാറിന്റെ ബൂത്തിൽ 1ാം സ്ഥാനം. പ്രിയപ്പെട്ടവരെ, നമ്മൾ എവിടെ നോക്കിയാലും ആലപ്പുഴയിലെ ഇത്രയധികം കമ്മ്യൂണിസ്റ്റുകാർ നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അവര് പുറത്തു കാണിക്കുന്നതല്ല അവരുടെ ഉള്ളിലുള്ളത്. അവർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കേരളം ഒന്നടങ്കം അടിവെച്ച് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എനിക്ക് ആകെ ഒറ്റ പേടിയുള്ളൂ, ഈ പഹയനുണ്ടല്ലോ, പിണറായി വിജയന്റെ മോൻ, അവനെങ്ങാനും വന്ന് നമ്മുടെ BJPയിലെ മെമ്പർഷിപ്പ് എങ്ങാനും എടുക്കുമോ എന്നുള്ള ഒരു പേടി മാത്രമേ ഉള്ളൂ. കാരണം അവനും അച്ഛനോട് പറയുന്നുണ്ടാകും, അച്ഛാ BJP ആണ് ഭാവിയിൽ വരാൻ പോകുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒന്നുമില്ലാതെയാണ് നമ്മൾ തുടങ്ങിയത്, അല്ലെ? നമ്മളെല്ലാവരും 10 വർഷം, 20 വർഷം, 30 വർഷം, 40 വർഷം ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലും ഇല്ലാത്ത ഈ കേരളത്തിന്റെ മണ്ണിൽ കട്ടപ്പെട്ട് പോലീസ് ലാത്തി ചാർജേറ്റ് സമരമുഖത്ത് നിന്ന് നമ്മൾ കഞ്ഞിക്ക് ഗതിയില്ലാതെ ഈ കേരളത്തിന്റെ മണ്ണിൽ പ്രവർത്തനം തുടങ്ങിയപ്പോ
ഗാലറിയിലിരുന്ന് കളി കാണാനല്ല. 75,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീമാൻ സുരേഷ് ഗോപിയെ തൃശ്ശൂരിലെ ജനങ്ങൾ വിജയിപ്പിച്ചതെങ്കിൽ നമുക്കൊരു കേന്ദ്രമന്ത്രിയെ കിട്ടിയപ്പോ ഒരു മന്ത്രിയെ സമ്മാനമായി എക്സ്ട്രാ തന്നു ശ്രീമാൻ നരേന്ദ്രമോദി. അത് കോട്ടയത്താണ്. ശ്രീമാൻ ജോർജ് കുര്യൻ 2 കേന്ദ്രമന്ത്രിമാർ 1898 കോടി രൂപ ഈ കേരളത്തിലേക്ക് ഫിഷറീസ് വകുപ്പും ആനിമൽ ഹസ്ബൻഡറി വകുപ്പും ചേർന്ന് ശ്രീമാൻ ജോർജ് കുര്യന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ മണ്ണിലേക്ക് കൊടുത്തു കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ നാടിനെ മാറ്റാൻ സാധിക്കും. അതിന് എല്ലാ ബൂത്തുകളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ കർമ്മധീരന്മാരായിട്ടുള്ള സഹപ്രവർത്തകന്മാർ ഈ കുങ്കുമഹരിത പതാകയും പിടിച്ചുകൊണ്ട് ബൂത്ത് കമ്മിറ്റികൾ തയ്യാറാക്കി നമ്മൾ ആർജവത്തോടുകൂടി മുന്നോട്ട് പോകും. നമുക്ക് ഒരാളെയും പേടിക്കാനില്ല. രാഷ്ട്രപതി നമ്മുടെ ആളാണ്. മുർമു BJP-യിലൂടെ കടന്നു വന്നു, കഷ്ടപ്പെട്ടു, പ്രവർത്തിച്ചു. ST വിഭാഗത്തിൽ നിന്ന് കടന്നു വന്ന ഒരു സഹോദരി ഇന്ന് രാജ്യത്തിന്റെ രാഷ്ട്രപതിയായി. ശബരിമലയിലെ മുർമു കൈകൂപ്പി നിൽക്കുമ്പോ റബ്ബർ പാല് കുടിച്ച പോലെ വാസവൻ തൊട്ടടുത്ത് അങ്ങനെ മസിലും പിടിച്ചു നിൽക്കുന്നത് ഞാനും നിങ്ങളും കണ്ടു. എടോ വാസവ, ശബരിമലയിലെ അയ്യപ്പനെ താല്പര്യമില്ലെങ്കിൽ, ആരാധനയില്ലെങ്കിൽ എന്തിനാണ് തന്നെ പോലെയുള്ള വിശ്വാസമില്ലാത്ത മനുഷ്യർ ഞങ്ങൾ വിശ്വസിക്കുന്ന അയ്യപ്പന്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നത്? ആ ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ കടന്നു വരണ്ട. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു, ഞങ്ങൾ ഉപരോധം ഇപ്പൊ തീരുമാനിച്ചത് ഒരു സൂചന മാത്രമാണ്. സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലേക്ക് ഒരുത്തനും കടക്കണ്ട എന്ന് ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ, കടത്തിവിടില്ല എന്ന തീരുമാനമെടുത്താൽ സ്തംഭിപ്പിക്കാനുള്ള ശക്തി ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. 20% വോട്ടുമായിട്ടാണ് ഞാനും നിങ്ങളും ഈ കേരളത്തിന്റെ മുന്നിൽ നിൽക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരിനെ സൃഷ്ടിക്കാനുള്ള ഭഗീരഥ പ്രയത്നത്തിന് എന്നോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ സഹപ്രവർത്തകന്മാർക്ക് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മുന്നിൽ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ കൊച്ചുവാക്കുകൾ നിർത്തുകയാണ്. വന്ദേ മാതരം. बोलो